കോഴിക്കോട് മണിയൂരിൽ വീടിന്റെ മതിൽ രാത്രിയിൽ അജ്ഞാത സംഘം തകർത്തതായി പരാതി. കോയക്കുറ്റി വയലിൽ അബ്ദുൾ ലത്തീഫിന്റെ വീടിന്റെ മതിലാണ് തകർത്തത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് വടകര മന്തത്തൂരിലെ കോയക്കുറ്റി വയലിൽ അബ്ദുള്ള ലത്തീഫിന്റെ വീടിന് ചുറ്റും ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച മതിൽ അജ്ഞാത സംഘം തകർത്തത്. മുഖം മറച്ചെത്തിയ 10-ലധികം ആളുകൾ മതിൽ തകർക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. മുൻപും സമാന രീതിയിൽ മതിൽ തകർക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ടെന്ന് ലത്തീഫ് പറയുന്നു. ഞങ്ങൾ ഉറങ്ങുമായിരുന്നു. ഏതാണ്ട് 1 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പുറമേ നിന്നൊരു ഒരു സൗണ്ട് ചെറുതായിട്ട് കേട്ടു. അതെന്തോ ജീവിയോ മറ്റോ എന്നായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. വീണ്ടും ഈ ബെഡ്റൂമിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അത് നല്ല രീതിയിൽ ശബ്ദം കേൾക്കുകയും അങ്ങനെ ഞങ്ങൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കുറേ ആൾക്കാർ കൂടിയിട്ട് മതിലിങ്ങനെ പറിച്ചിടുന്നൊരു ഇതാക്കണ്ട്. അപ്പം പിന്നെ ഒന്നും ആലോചിക്കാതെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി ബഹളം വെച്ചു, നാട്ടുകാരെ വിളിച്ചു. അങ്ങനെ ബഹളം വെച്ചപ്പോൾ ഇവർ കമ്പിപ്പാരയും മറ്റുമായിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഏതാണ്ട് ഒരു 10-12 ആൾക്കാർ മുഖം മൂടിയൊക്കെ അണിഞ്ഞ് കമ്പിപ്പാര പോലുള്ള ആയുധങ്ങളായിട്ടാണ് വന്നത്. മതിൽ തകർക്കാനുള്ള കാരണമെന്തെന്ന് കണ്ടെത്തണമെന്ന് അധ്യാപകനായ അബ്ദുൾ ലത്തീഫ് ആവശ്യപ്പെട്ടു. ലത്തീഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മതിൽ സംഘം ചേർന്ന് തകർത്തതുകൊണ്ടുതന്നെ വീട്ടുകാർക്കെതിരെയും അക്രമം ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് അബ്ദുൾ ലത്തീഫിന്റെ കുടുംബം. ന്യൂസ് മലയാളം, കോഴിക്കോട്.